വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും ഒരു സൺഡേ വ്ലോഗായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൺഡേയുടെ ഫുൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫുൾ ഡേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ലോങ് വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൺഡേയുടെ വിശേഷങ്ങൾ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തുടങ്ങുകയാണ്. ഈ ഒരു സൺഡേ ഫുൾ ഡേ ഞങ്ങൾ അമ്മയുടെ വീട്ടിലായിരുന്നു സ്പെൻഡ് ചെയ്തത്. ആക്ച്വലി ഞങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം പോയതാണ്. ശനിയാഴ്ച വൈകുന്നേരം പോയി ഞായറാഴ്ച ഫുൾ ഡേ അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഞായറാഴ്ച വൈകുന്നേരം തിരിച്ച് വീട്ടിൽ തന്നെ വന്നു. ആക്ച്വലി അച്ഛനുണ്ടായിരുന്നില്ല. ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ 3 പേരും കൂടെ, ഞാനും അമ്മയും അനിയനും കൂടെ അമ്മയുടെ സ്കൂട്ടിയിലാണ് പോകുന്നത്. അമ്മ ഓഫീസ് ടൈം കഴിഞ്ഞ് അവിടെ വീട്ടിലോട്ട് വന്നു. എന്നിട്ട് ഒന്ന് ഫ്രഷപ്പായി നേരെ പോരുകയാണ് ചെയ്തത്. ആക്ച്വലി അച്ഛൻ എങ്ങോട്ടോ ലോങ് ആയിട്ട് ട്രിപ്പ് പോയതായിരുന്നു. അപ്പോൾ അച്ഛനെത്താൻ ലേറ്റ് ആവും, രാത്രി ഒക്കെ ആവും എന്ന് പറഞ്ഞപ്പം ഞങ്ങളങ്ങനെ പോകുന്നതാണ്. അച്ഛൻ നേരെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരെ അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞതായിരുന്നു. ആക്ച്വലി അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ കുറേ ലേറ്റായിട്ട് എത്താൻ. പിന്നെ ഏകദേശം ഒരു 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ട് അച്ഛൻ എത്തിയപ്പോൾ. നേരെ എന്നിട്ട് അങ്ങനെ അമ്മയുടെ വീട്ടിലോട്ട് അങ്ങോട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ പോന്നു. ഞങ്ങൾ വൈകുന്നേരം അവിടെ എത്തുമ്പോൾ തന്നെ 6:30 ആയിട്ടുണ്ട്. കാരണം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അമ്മ വന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങണം എന്ന് വെച്ചാൽ, പക്ഷേ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കിനും 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് ഫുൾ അവിടെ തന്നെ ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ അമ്മേൻ്റെ വീട്ടിലായതുകൊണ്ടും കുറച്ച് മടിയേറുമല്ലോ. ഞാനും അനിയനും ഒക്കെ എണീറ്റപ്പോൾ തന്നെ ഒരുപാട് വൈകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അച്ഛൻ പുലർച്ചെ 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എത്തിയപ്പോൾ. അച്ഛൻ നേരെ വന്ന് കയറി പിന്നെ പോയി കിടന്നു. വന്നിട്ട് നേരെ പോയി കിടക്കുക ചെയ്തത്. പിന്നെ അച്ഛന് രാവിലെ 8 മണിക്ക് മുമ്പേ വീട്ടിൽ നിന്ന് പോയി. കാരണം അച്ഛന് വേറെ ട്രിപ്പ് ഉണ്ടായിരുന്നു. രാവിലത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സത്യം പറഞ്ഞാൽ അച്ഛൻ കുറച്ച് ടൈമേ നിൽക്കാൻ പറ്റുള്ളൂ അച്ഛന്. ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഫ്രീ ആയിരുന്നെങ്കിലും അച്ഛൻ ഭയങ്കര ബിസി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അച്ഛൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയതിന് ശേഷമാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. കാരണം അച്ഛന് നേരത്തെ പോകാനുള്ളതുകൊണ്ട് അച്ഛൻ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അച്ഛൻ വേഗം പോയി. 8 മണിക്ക് മുമ്പേ അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു. ഞാനും കുട്ടിയൊക്കെ അനിയനൊക്കെ എണീക്കുന്നത് തന്നെ 8 മണിയൊക്കെ ആയിട്ട് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും പണിയും കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയി കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയുടെ ഒരു അമ്മായിയുടെ വീട് അവിടെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ, ഞാനും അനിയനും അമ്മയും കൂടെ അവിടം വരെ ഒന്ന് പോയിട്ട് വന്നു. അങ്ങനെ അവിടെയൊക്കെ പോയി വന്ന് പിന്നെ ഞങ്ങൾ വന്നപ്പോഴേക്കിനും അമ്മമ്മ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ 10 മണി ചായ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഗ്യാപ്പിലൊരു ചായ കൂടി ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ടി വി ഒക്കെ വെച്ച് ടി വിൻ്റെ മുമ്പിലിരുന്ന് കുറച്ച് നേരം സമയം കളഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മമ്മയും വന്നിരുന്നു. അമ്മമ്മയുടെ പണികൾ കഴിഞ്ഞ് അമ്മമ്മ ഫ്രീ ആയപ്പോൾ അമ്മമ്മ വന്നിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങ് കുറേ പറഞ്ഞ് സംസാരിച്ച് നേരം കളഞ്ഞു. പിന്നെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ പറയാൻ. അങ്ങനെ പറഞ്ഞ് നേരം പോയത് അറിഞ്ഞില്ല. പിന്നെ ഉച്ചവരെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു തട്ടിയും മുട്ടിയും പോയത്. പിന്നെ അമ്മച്ചൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ടൗണിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മച്ചനും വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് നേരം സംസാരിച്ചിരുന്ന് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ടൈം പോയത് അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡിൻ്റെ ടൈമായി, ലഞ്ചിൻ്റെ ടൈമായി. അങ്ങനെ ഞങ്ങൾ അമ്മമ്മ പോയി ചോറൊക്കെ വിളമ്പി വെച്ചിട്ടാണ് വിളിക്കുക. അമ്മമ്മ ചോറുണ്ണുന്ന സമയമായി കഴിഞ്ഞാൽ നേരെ പോവും. അമ്മമ്മ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി വെച്ചിട്ടാണ് നമ്മളെ വിളിക്കുകയുള്ളൂ. അങ്ങനെ
പിന്നെ ഉച്ചക്കത്തെ ചോറും നല്ല ചോറും ഉപ്പേരിയും പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ നിലത്തിരുന്നിട്ടാണ് കേട്ടോ കഴിച്ചത്. നിലത്ത് ഇരുന്ന് വട്ടം കൂടി ഇരുന്ന് എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചു. ഫുള്ള് കിച്ചണൊക്കെ ക്ലീനാക്കി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഫ്രീ ആയപ്പോൾ കുറച്ച് നേരം ലഞ്ച് കഴിച്ചതിൻ്റെ ക്ഷീണം തീർക്കാൻ കുറച്ച് നേരം എല്ലാവരും അവിടെ പോയിരിക്കുകയായിരുന്നു. കറിയും പിന്നെ തലേദിവസം ചിക്കൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കനും പിന്നെ കായുപ്പേരിയും ഒക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് അടുക്കളയൊക്കെ ക്ലീനാക്കിയതിന് ശേഷം ലഞ്ചിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഇത് എല്ലാവരും കൂടെ ഹോളിൽ കുറച്ച് നേരം വന്നിരുന്നു. പിന്നെ അമ്മമ്മ കുറച്ച് തയ്യൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തയ്ച്ചിട്ട് കൊടുക്കാനുള്ള അതൊക്കെ കവറിലൊക്കെ ആക്കി വെക്കുമായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുപോകാൻ വന്നപ്പോൾ അവർക്കെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മമ്മ അതിൻ്റെ തിരക്കിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മമ്മയും കൂടെ പുറത്തിറങ്ങിയത് ചെടിയൊക്കെ കട്ട് ചെയ്തെടുക്കണ്ടായിരുന്നു. അത് വേറെ ഒന്നും ആയിരുന്നില്ല, അമ്മയ്ക്ക് വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. അമ്മയുടെ കയ്യിലില്ല, അവിടെ വീട്ടിൽ ഇല്ലാത്ത ചെടികൾ കുറച്ച് അമ്മയുടെ കയ്യിലുള്ളതിൽ ഇല്ലാത്ത ചെടികൾ കളക്ഷൻ. നമുക്ക് ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ കളക്ഷനാണ് സത്യം പറഞ്ഞാൽ. ഈ കുറച്ചായി ഈ ചെടി പ്രാന്ത് തുടങ്ങിയിട്ട്. അമ്മമ്മയുടെ അടുത്ത് നിന്ന് കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരുടെയും മെയിൻ ഹോബിയാണ് ഇപ്പോൾ ഈ ചെടി വളർത്തൽ എന്ന് പറയുന്നത്. അമ്മമ്മേൻ്റെ മെയിൻ ഹോബിയാണ്, അമ്മമ്മേൻ്റെ നേരം പോക്ക് അതൊക്കെ തന്നെയാണ്. കാരണം ആ ഒരു കിണറിൻ്റെ ഫുൾ പാർട്ടിൽ ഫുള്ള് ചെടികൾ, കിണറിൻ്റെ ഫുള്ളും പിന്നെ സൈഡിലും ഫുൾ ചെടികളാണ് അവിടെ. പിന്നെ അതിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് കുറേ പൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ എൻ്റെ ഫേവറേറ്റ് ഫ്ലവറാണ് റോസ് പൂവ്. അപ്പോൾ ഈ റോസ് പൂവിടെ ഈ കിണറിൻ്റെ ചുറ്റുഭാഗത്തും വെറൈറ്റി ടൈപ്പ് കളറിലുള്ള റോസ് ഫ്ലവറാണ്. അങ്ങനെ ഞാനവിടെ പോകുന്ന സമയത്തൊക്കെ അതിൽ നിന്നൊക്കെ ഓരോന്ന് എടുത്തിട്ട് പോരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റോസ് പൂവ്. അതെ, എനിക്ക് ഭയങ്കര ക്രിഞ്ചാണ് ഈ സംഭവം. അങ്ങനെ അമ്മ കുറേ അമ്മേൻ്റെ കയ്യിലില്ലാത്ത കളറൊക്കെ എടുത്തുകൊണ്ട് പോരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആക്ച്വലി ഞങ്ങൾ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഈ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം മൊത്തത്തിൽ ചെടിയാണ്. അതൊക്കെ അമ്മയുടെ കലാവിരുതാണ്. ഫ്രണ്ട് ഭാഗം മൊത്തത്തിൽ ചെടിയാണ്. അത് കഴിഞ്ഞ് ഉള്ളിൽ ഹാളിലുണ്ട്, അടുക്കളയിലുണ്ട്, കോണിക്കൂട്ടിലുണ്ട്. ഇനിയിപ്പോൾ റൂമിലും കൂടെ ചെടി ഇല്ലാത്തതുള്ളൂ, ബാക്കി എല്ലായിടത്തും ചെടിയുണ്ട്. അങ്ങനെ ഞങ്ങളിത് എല്ലാം കഴിഞ്ഞ് ചെടിയൊക്കെ എടുത്ത് കവറിലൊക്കെ ആക്കി. പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, ചക്കയും ഒക്കെ ഉണ്ടായിരുന്നു അമ്മമ്മ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നയച്ചത്. അപ്പോൾ അതെല്ലാം വണ്ടിയിലൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പോണതിന് മുമ്പേ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം പോയിട്ട് റെഡിയായി ഇറങ്ങി. ആക്ച്വലി 3 മണി ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. കാരണം ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ അമ്മച്ചനും അമ്മമ്മയും ഇറങ്ങി. കാരണം അവർക്ക് കോട്ടയ്ക്കൽ എവിടെയോ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം അവർ രണ്ടുപേരും കോട്ടയ്ക്കൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അതേസമയത്ത് തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാനും റെഡിയായി. അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞ് വീടൊക്കെ പൂട്ടി ഞങ്ങളിത് ഇറങ്ങി. അവർ മെല്ലെ ഫ്രണ്ടിൽ പോയി. അവരിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ ഓട്ടോയിലാണ് പോയത്. അങ്ങനെ ഞങ്ങളും അവർ പോയി, അവരെ ബാക്കിൽ ഫോളോ ചെയ്ത് ഞങ്ങളും ഇറങ്ങി. വണ്ടിയിൽ ഇതേ കണ്ടോ, മുന്നിൽ ഫ്രണ്ടിൽ തന്നെ ഒരു ചാക്കൊക്കെ ഉണ്ട്. അതിൽ ചക്കയാണെന്ന് തോന്നുന്നു ചാക്കിൽ. അമ്മ കൊണ്ടുവച്ചതേ ഞാൻ കണ്ടുള്ളൂ, എന്താണെന്നായാലും എനിക്കും അറിയില്ലായിരുന്നു. വീട്ടിലൊന്ന് തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ചക്കയായിരുന്നു അത്. അവിടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നൊരു പ്ലാവ് ഫസ്റ്റ് ടൈം കഴിച്ചപ്പോൾ അതിലുണ്ടായ ഫസ്റ്റ് ചക്കയാണ്. അപ്പോൾ അതായിരുന്നു സാമ്പിൾ പീസ് ആയിട്ട് അമ്മമ്മ കൊടുത്തയച്ചതായിരുന്നു. അങ്ങനത്തെ ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ അവസാനിക്കുവാണ്. ഇന്നത്തെ ഈ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.